അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് UAE-യിലെ 2 പ്രമുഖ ഗവൺമെൻറ് കമ്പനികളിൽ തന്നെ ജോലി നേടാവുന്നതാണ്. ആദ്യത്തേത് DTCയിലേക്കാണ്, അതായത് ദുബായ് ടാക്സി കോർപ്പറേഷൻ കമ്പനിയിലേക്കും. രണ്ടാമത്തേത് എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കമ്പനി. രണ്ടും ഗവൺമെൻറ് പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ രണ്ടും ഗവൺമെൻറ് കമ്പനിയാണ്. ഈ 2 കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. 2 കമ്പനികളുടെ ഡീറ്റെയിൽസും, അതായത് വേക്കൻസി എന്താണ്, എത്ര പേരെയാണ് ആവശ്യം, സാലറി എങ്ങനെയാണ്, എക്സ്പെൻസ് എന്താണ്, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. 2 കമ്പനികളെക്കുറിച്ചും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഏത് കമ്പനിയിലാണ് നിങ്ങൾക്ക് ജോലി വേണ്ടതെന്ന്. അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. പിന്നെ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് UAE ടാക്സി കമ്പനികളിൽ ഒന്നായ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്കാണ്. ഇതൊരു സെമി ഗവൺമെൻറ് കമ്പനിയാണ്. ഇതിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് ഏകദേശം 50ഓളം പേരെ ആവശ്യമുണ്ട്. മലയാളികളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ. മറ്റു ഇതര സംസ്ഥാനക്കാരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല. ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും, എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം കുറവുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു വേക്കൻസി ടാക്സി ഡ്രൈവർ, ഇത് എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്കാണ്. നിങ്ങൾക്ക് സാധ്യത, അതായത് ജോലി നേടാൻ സാധ്യത അജ്മാൻ, ഷാർജ, അബുദാബി, ഈ 3 എമിറേറ്റ്സുകളിലായിരിക്കും നിങ്ങൾക്ക് ജോലി നേടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരിക. ഈ 3 എമിറേറ്റ്സുകളിൽ ഏതെങ്കിലും ഒരു എമിറേറ്റ്സിലായിരിക്കും നിങ്ങൾക്ക് ജോലി നേടാൻ സാധ്യത ഉണ്ടാവുക. ഇതിലേക്ക് ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ 22 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. 22നും 40നും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ പരിഗണിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 22നും അതേപോലെ തന്നെ 48നും ഇടയിലായിരിക്കണം പ്രായം. 22നും 48നും ഇടയിൽ പ്രായമാണ് നിങ്ങൾക്ക് ഏതെങ്കിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ജോലി നേടാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ SSLC പാസ്സായിരിക്കണം. നിങ്ങൾക്ക് SSLC പാസ്സായിട്ടുള്ള ഒരു ബേസിക് രീതിയിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അതായത് ഹായ് ഹലോ എന്നുള്ള രീതിയിൽ അറിഞ്ഞാൽ മതി. ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങൾ അറിയൊന്നും വേണ്ട, ബേസിക് രീതിയിൽ അറിഞ്ഞാൽ മതി. SSLC പാസ്സായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇനി സാലറി കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കമ്പനി നിങ്ങൾക്ക് ബേസിക് സാലറി തരുന്നത് 500 ദിർഹമാണ്. അതിനുശേഷം നിങ്ങൾക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും സാലറി തരുക. നിലവിൽ അവിടെ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡ്രൈവർമാരും തന്നെ 40,000നും 80,000നും ഇടയിൽ സാലറി ഏൺ ചെയ്യുന്നുണ്ട്. കമ്മീഷൻ എല്ലാം കൂട്ടി 40നും 80നും ഇടയിൽ, 80,000 രൂപയ്ക്ക് ഇടയിലാണ് സാലറി ഏൺ ചെയ്യുന്നത്. പണിയെടുക്കുന്നവർ ഏൺ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ പറയണം. പണിയെടുക്കാത്തവരുമുണ്ട്. പണിയെടുക്കാത്തവരുടെ കാര്യം ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇതിലേക്ക് ഫുഡ് റൂം കാര്യങ്ങളാണെങ്കിൽ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. കമ്പനി നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരും. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് കമ്പനി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരുന്നുണ്ട്. ആ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരുന്നത് വരെ കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അക്കോമഡേഷൻ നോക്കണം. അതേപോലെ തന്നെ ഫുഡ് കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ലൈസൻസ് എടുക്കുന്നത് മുന്നേ ആണെങ്കിലും ലൈസൻസ് എടുത്ത ശേഷമാണെങ്കിലും ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അക്കോമഡേഷൻ ലൈസൻസ് എടുക്കുന്നവരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫുഡും അക്കോമഡേഷനും സാലറി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. 3 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ലൈസൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. കാരണം ഇവിടെ നിന്ന് നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് പോവുക. വിസിറ്റിംഗ് വിസയിൽ പോയി അവിടെ 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് വിസ റെഡിയാകും. 2 ആഴ്ച കൊണ്ട് വിസ റെഡിയായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവാം. ഡ്രൈവിംഗ് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഗോൾഡൻ ചാൻസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്ക് ആ ഗോൾഡൻ ചാൻസ് നിങ്ങൾ വിജയിച്ച് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടാക്സി ഡ്രൈവർമാർക്കുള്ള ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് എന്നാണോ വരുന്നത് അതുവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞാൽ ശേഷമായിരിക്കും നെക്സ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് വരിക. അതും പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ റൂമിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയുന്നവൻ മാത്രം അവിടെ പോയാൽ മതി. വണ്ടി ഓടിക്കാൻ അറിയാത്തവർ അവിടെ പോയിട്ട് കുടുങ്ങി, അങ്ങനെ പലരും ഉണ്ട്.
ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ലൈസൻസ് എടുത്ത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടുന്ന് എടുത്ത് ഇപ്പോഴല്ലേ ഇവിടെ കർശനമായത്, ഇതിന് മുന്നേ എങ്ങനെയാണെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തതെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോഴും കണക്ക് തന്നെയാണ്. അത് നമ്മുടെ സർക്കാരിനെ വിമർശിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുക എന്ന് തന്നെ പറയാം. ഡ്രൈവിംഗ് അറിയാത്തവർ ഒരുപാട് പേര് ഇവിടെ ലൈസൻസ് കിട്ടുന്നുണ്ട്. അവരവിടെ പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പൊട്ടിപ്പാളിസായിട്ട് ഇവിടെ കമ്പനി ജോലി തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാതെ കമ്പനി നിങ്ങൾക്ക് ജോലി ശരിയാക്കി തരില്ല. വണ്ടി ഓടിക്കാൻ അറിയുന്നവർ മാത്രമേ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. വണ്ടി ഓടിക്കാൻ കഴിയാത്തവരെ അവിടേക്ക് പരിഗണിക്കുന്നില്ല. ദയവേത് വണ്ടി ഓടിക്കാൻ അറിയാത്തവർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്ന ഒറ്റ മാനദണ്ഡത്തിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല. വണ്ടി എടുക്കാൻ അറിയോ, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചോളൂ. വയസ്സ് കാര്യങ്ങളും ക്വാളിഫിക്കേഷനും ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോളൂ. വണ്ടി ഓടിക്കാൻ അറിയുന്നതിന് അവരുടെ പണിയുണ്ട്, അല്ലാത്തവരെ നമ്മൾ ഇതിലേക്ക് പരിഗണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരെ നിങ്ങൾ റൂമിൽ ഇരിക്കേണ്ടി വരും. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരെയുള്ള ചിലവ് കമ്പനി വഹിക്കുന്നതാണ്, അക്കോമഡേഷൻ്റെ. പിന്നെ ഇതിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പൈസ കമ്പനി എടുക്കുന്നതാണ്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്പെൻസ് കമ്പനി എടുക്കും. പക്ഷേ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി കട്ട് ചെയ്യും. അതായത് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം എടുത്ത് വർക്കിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ മാസം മുതൽ തന്നെ നിങ്ങളുടെ സാലറിയിൽ നിന്ന് 200 ദിർഹം മുതൽ 300 ദിർഹം വരെ കമ്പനി കട്ട് ചെയ്യുന്നതായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്പെൻസ് ആയിട്ട് 200 ദിർഹം മുതൽ 300 ദിർഹം വരെ മാസം കമ്പനി കട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വരുന്ന എക്സ്പെൻസ് 60,000 രൂപ മാത്രമാണ്. ടോട്ടൽ എക്സ്പെൻസ് ആണ്, ടിക്കറ്റ് അടക്കം 60,000 രൂപ മാത്രമേ ഇവിടെ എക്സ്പെൻസ് വരികയുള്ളൂ. വേറെ എക്സ്പെൻസ് ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല. മറ്റ് എക്സ്പെൻസ് 7,000 to 8,000 ദിർഹം വരെയാണ്. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുന്ന എക്സ്പെൻസ് 7,000 മുതൽ 8,000 ദിർഹത്തിൻ്റെ ഇടയിലായിരിക്കും. അത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി പതിയെ കട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എമിറേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ഏകദേശം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായ് ടാക്സി കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയെ കുറിച്ചാണ്. DTC ദുബായ് ടാക്സി കോർപ്പറേഷൻ കമ്പനിയിലേക്ക് ടാക്സി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. സാലറി ഇവിടെയും ഇത് തന്നെയാണ്, ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. കാരണം 40,000-നും 70,000-നും ഇടയിലായിരിക്കും നിങ്ങൾക്ക് DTC കമ്പനിയിൽ സാലറി ഉണ്ടാവുക. മറ്റേതാണെങ്കിൽ 40,000-നും 80,000-നും ഇടയിലായിരിക്കും സാലറി ഉണ്ടാവുക. ഇതിലേക്ക് ചിലവ് വരുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇവിടെ 1,40,000-ന് വരും. കാരണം ഇത് ഏജൻസികൾ മുഖേനയാണ് ഇത് ഇൻ്റർവ്യൂ നടത്തുന്നത്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ട് 30-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഏജൻസി മുഖേനയാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക. എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിലേക്ക് ഏജൻസി മുഖേനയല്ല ഇൻ്റർവ്യൂ, അത് ഡയറക്റ്റ് ആണ്. നിങ്ങൾക്ക് വെറും 60,000 രൂപ മാത്രമേ എക്സ്പെൻസ് വരുള്ളൂ. ഇത് ഏകദേശം ഒരു 1,30,000, 1,30,000 നിങ്ങൾക്ക് ഇവിടെ എന്തായാലും എക്സ്പെൻസ് വരും. ശേഷം 1,70,000-ഓളം അവിടെയും എക്സ്പെൻസ് വരും. അതായത് ഈ ലൈസൻസ് എടുക്കാനുള്ള ചിലവ്, UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ചിലവ് അവിടെയും നിങ്ങൾക്ക് എക്സ്പെൻസ് വരും. നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക. ലൈസൻസിൻ്റെ ചിലവ് ആദ്യം കമ്പനി വഹിക്കും. നിങ്ങൾ വർക്കിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡ്രൈവ് ചെയ്ത് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ, ടാക്സി ഡ്രൈവറായിട്ട് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യ മാസം മുതൽ തന്നെ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി ലൈസൻസിൻ്റെ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഏകദേശം 30 to 35% നിങ്ങൾക്ക് കമ്മീഷൻ. അതായത് ഏകദേശം 2,100 ദിർഹം മുതൽ 3,500 ദിർഹം വരെ, ഏകദേശം ഇന്ത്യൻ മണി 40,000 ഇന്ത്യൻ രൂപ മുതൽ ഏകദേശം 70,000 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സാലറി ഉണ്ടാവുക. നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി അതിനുള്ള എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ലൈസൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സാലറിയിൽ നിന്ന് കമ്പനി ഡിഡക്റ്റ് ചെയ്യും അതിനുള്ള എക്സ്പെൻസ്. ബാക്കി കാര്യങ്ങളെല്ലാം UAE ലേബർ ലോ പ്രകാരമാണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് 30-ാം തീയതി. ഇതിലേക്ക് നിങ്ങൾക്ക് വരുന്ന പ്രോസസ്സിംഗ് ടൈം ഏകദേശം 3 മാസം പിടിക്കും. അതായത് 90 ദിവസത്തിനുള്ളിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ 2 കമ്പനികളിലേക്കുമുള്ള വേക്കൻസികൾ ഞാൻ ഏകദേശം പറഞ്ഞു. പിന്നെ ഇതിലേക്ക് വയസ്സ് വരുന്നത് 22-നും 42-നും ഇടയിലാണ്. അതായത് ദുബായ് ടാക്സി കോർപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് വരുന്നത് 22-നും 42-നും ഇടയിലാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഇതിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ദുബായ് ടാക്സി കോർപ്പറേഷനിലേക്കുള്ള ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണോ നിങ്ങൾക്ക് 3 മാസം പ്രോസസ്സിംഗ് ടൈം വരും, അതിലേക്കാണോ പോകാൻ താല്പര്യമുള്ളത്, അതോ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ടിലേക്ക് ഡ്രൈവറായിട്ട് 1 മാസത്തിനുള്ളിൽ കയറി പോകാനുള്ളത് ഏതാണോ വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എല്ലാം പക്കയാണ്. നിങ്ങൾക്ക് ഇതിൽ യാതൊരു ചൊറകളും കാര്യങ്ങളും ഉണ്ടാവില്ല. എല്ലാം പക്കയാണ്. 2ഉം പക്കയായിട്ടുള്ള വേക്കൻസികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ്. വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഏതിലേക്കാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം എന്നത് മെൻഷൻ ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുക, നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.